ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. ربما يود الذين كفروا لو كانوا مسلمين ذرهم يأكلوا ويتمتعوا ويلههم الأمل فسوف يعلمون. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ നാഥൻ അവൻ ഇഷ്ടപ്പെടുന്ന അടിമകളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മിൽ നിന്ന് ഒരു വർഷം കഴിഞ്ഞു പോകുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട ചില ചിന്തകളെ പറ്റിയിട്ടാണ് ഉണർത്താൻ ഉദ്ദേശിക്കുന്നത്. നമ്മളാരും തന്നെ വാർദ്ധക്യത്തെ ഇഷ്ടപ്പെടുന്നില്ല. യുവത്വത്തിൽ നിലനിന്നു പോകുവാനും ആ ചെറുപ്പത്തിലൂടെ തന്നെ കാലങ്ങൾ കഴിച്ചു കൂട്ടുവാനും ഒരിക്കലും മരണമില്ലാതെ ജീവിക്കുവാനും ഒക്കെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്, മനുഷ്യന്മാർ ആഗ്രഹിക്കുക. സൂറത്ത് ബഖറയിൽ അല്ലാഹു തആല പറയുന്നുണ്ട് 96-ാമത്തെ വചനത്തിൽ, وَلَتَجِدَنَّهُمْ أَحْرَصَ النَّاسِ عَلَى حَيَاةٍ وَمِنَ الَّذِينَ أَشْرَكُوا يَوَدُّ أَحَدُهُمْ لو يعمر 1000 سنة وما هو بمزحزحه من العذاب أن يعمر والله بصير بما يعملون. وَلَتَجِدَنَّهُمْ أَحْرَصَ النَّاسِ عَلَى حَيَاةٍ. ജീവിതത്തോട് അത്യാർത്തിയുള്ളവരായിട്ട്, ഹിർസുള്ളവരായിട്ട്, അങ്ങേയറ്റത്തെ ആഗ്രഹമുള്ളവരായിട്ട് നിനക്ക് കാണാൻ കഴിയും. അവരെ യഹൂദന്മാരെ പറ്റിയിട്ടാണ് തൊട്ടു മുമ്പത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നത്. പിന്നെ പറയുന്നു, വമിനല്ലദീന അശ്റകൂ, മുശ്രിക്കീങ്ങളായിട്ടുള്ള ആളുകളിലും അവരാഗ്രഹിക്കുക എന്താ? യവദ്ദു അഹദുഹും, അവരിൽ ഓരോരുത്തരും ആഗ്രഹിക്കും, ലൗ യുഅമ്മറു 1000 സന,
1000 വർഷക്കാലം ജീവിക്കാനുള്ള ആയുസ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരാണ് പ്രത്യേകിച്ച് യഹൂദരും മുശ്രിക്കുകളും. എന്നിട്ട് അത് മാത്രമല്ല, വമാ ഹുവ ബിമുസഹ്സിഹി മിനൽ അദാബി അൻ യുഅമ്മർ, അവർക്ക് ആയുസ് കിട്ടിക്കഴിഞ്ഞാൽ 1000 വർഷക്കാലം ജീവിക്കുവാനുള്ള ആയുസ് കിട്ടിക്കഴിഞ്ഞാലും, അവർക്ക് അല്ലാഹു തആല അത് നൽകിക്കഴിഞ്ഞാലും അവരെ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനുള്ള ഒരു പ്രവർത്തനവും അവർക്ക് ചെയ്യാൻ കഴിയുകയില്ല, അവരതിനു വേണ്ടി ശ്രമിക്കുകയില്ല എന്നുള്ളതാണ്. മലസന വാഹിദ, ഒരു വർഷക്കാലം നമുക്ക് കഴിഞ്ഞു പോയി. ആ ഒരു വർഷക്കാലം നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ നമ്മൾ ചെയ്തുവോ? അമാൽ, ധാരാളം പ്രവർത്തനങ്ങളുണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ. അതേപോലെ തന്നെ യുഖർരിബുന ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ. മദാ അമിൽന ഫിസ്സനത്തിൽ മാദിയ, കഴിഞ്ഞ വർഷത്തിൽ എന്തൊക്കെ നമ്മൾ ചെയ്തത് എണ്ണിത്തിട്ടപ്പെടുത്താൻ നമുക്ക് കഴിയും. ഈ ഒരു വർഷത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ പറ്റി ഒന്ന് ആലോചിക്കുകയും വിചിന്തനം നടത്തുകയും വിചാരണ നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിലേക്ക് ചേർത്തി പറയാറുണ്ട്, ഹാസിബു അൻഫുസകും ഖബല അൻ തുഹാസബു, നിങ്ങളെ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പേ സ്വയം ഒരു വിചാരണ നടത്തുക. ആ വിചാരണ വന്നു കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ വിചാരണക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞാൽ അവിടെ വിചാരണ കടുത്തതായിരിക്കും. സൂറത്തുൽ ഗാശിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ മടക്കം എന്നിലേക്കാണ്, പിന്നീട് നിങ്ങളുടെ വിചാരണയും നമ്മുടെ ബാധ്യതയാണ്. അല്ലാഹു തആല വിചാരണ നടത്തും. മരണം സുനിശ്ചിതമാണ്. ജീവിക്കുമ്പോൾ മരണത്തെപ്പറ്റി നമ്മൾ ആലോചിക്കുകയില്ല. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് തുമ്മ ഇലൈനാ തുർജഊൻ. മരണമുണ്ട്. ഓരോ നഫ്സും ഓരോ ആത്മാവും മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യും. വലൗ കുന്തും ഫീ ബുറൂജിൻ മുശയ്യദ, നമ്മൾ ഏതൊരു സ്ഥലത്ത് ആരാരും കാണാതെ ആർക്കും എത്തിപ്പെടാൻ കഴിയാത്ത ഏതെങ്കിലും കോട്ടകൊത്തളത്തിൽ ഒളിച്ചിരിക്കുകയാണെങ്കിലും കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, അവിടുന്ന് മരണം നമ്മെ പിടികൂടും. അപ്പൊ മരണം എന്നുണ്ട്, അത് നമ്മളെ പിടികൂടും. അതിന് മുമ്പായിട്ട് നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങേണ്ടതുണ്ട്. നമ്മൾ വിചാരണ നടത്തേണ്ടതുണ്ട്. നമ്മളെ സ്വയം വിചാരണ നടത്തേണ്ടതുണ്ട്. ശദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ കഴിയും, അൻ ശദ്ദാദ് ബിൻ ഔസ് അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, ആരാണ് ബുദ്ധിമാൻ? ദുനിയാവിൽ ധാരാളം ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്, അവരെയൊക്കെ നമ്മൾ ബുദ്ധിമാന്മാരെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. നല്ല സമ്പത്ത് ഉണ്ടാക്കുന്നവരെ നമ്മൾ നല്ല ബുദ്ധിമാനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ചില കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നവരെ നമ്മൾ ബുദ്ധിമാന്മാരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ശാസ്ത്രജ്ഞന്മാരെ ബുദ്ധിമാന്മാരാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീക്ഷണത്തിൽ ആരാണ് ബുദ്ധിമാൻ? അവനെ പറ്റിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അൽ കയ്യസ്. ആരാണ് ബുദ്ധിമാൻ? അൽ കയ്യസ് മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. ബുദ്ധിമാൻ യഥാർത്ഥത്തിൽ അവനാ. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം, അൽ കയ്യസ് ബുദ്ധിമാൻ
മൻ ദാന നഫ്സഹു, അവൻ അവന്റെ നഫ്സിനെ പിടിച്ചു കെട്ടിയവനാണ്, അടക്കി വെച്ചവനാണ്, അടക്കി പിടിക്കുന്നവനാണ്, കടിഞ്ഞാണിട്ട് പിടിക്കുന്നവനാണ്. നഫ്സ് എന്ന് പറയുന്നത് ഇച്ഛയ്ക്ക് പിന്നാലെ പോകുന്നതെന്നാണ്, ആഗ്രഹങ്ങൾക്ക് പിന്നാലെ പോകുന്നത്, ഹവയുടെ പിന്നാലെ പോകുന്നതാണ് നഫ്സ്. ആഗ്രഹങ്ങളെ അതിന്റെ പിന്നാലെ പോയിട്ട് അവന്റെ ജീവിതത്തെ നഷ്ടപ്പെടുത്തി കളയുന്നവന് ഇസ്ലാമിൽ ഖാസിർ എന്നാ പറയാ, നഷ്ടക്കാരനാണ് അവൻ, അല്ലേ? ആഗ്രഹങ്ങൾ മാത്രം അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആൾ, മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ പറ്റി ചിന്തിക്കാത്തവൻ, അതാണല്ലോ ശാശ്വതമായ ജീവിതം. ഖാലിദീന ഫീഹാ, അതിലവർ ശാശ്വതരായി. അബദാ, എക്കാലവും സൂറത്ത് ബയ്യിനയിൽ അല്ലാഹു തആല അത് വിശദീകരിച്ചു തരുന്നുണ്ട്. മരണത്തിന് ശേഷം അതിനു വേണ്ടി പ്രവർത്തിക്കുന്നവനാണ്, അവനാണ് ബുദ്ധിമാൻ, ബുദ്ധിയുള്ളവൻ അവനാ. ഇനിയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് വിശദീകരിച്ചു തരികയാണ്, വൽ ആജിസ്, നേരെ ഓപ്പോസിറ്റ് ആണ്. അജസ എന്ന് പറഞ്ഞാൽ അശക്തനായി, ആജിസ് ഇതിനൊന്നും കഴിയാത്തയാൾ, അശക്തനായിട്ടുള്ളയാൾ ആരാണ്? മൻ അത്ബഅ നഫ്സഹു ഹവാഹ, അവന്റെ ഇച്ഛകളെ പിന്തുടർന്നു പോകുന്നവനാണ് ബുദ്ധികെട്ടവൻ. ബുദ്ധിയില്ലാത്തവൻ അവനാ, കാരണം അവൻ ശാശ്വതമായ ജീവിതത്തെയാണ് ഉപേക്ഷിക്കുന്നത്. അൽ ജന്ന, അവൻ സ്വർഗത്തെയാണ് ഉപേക്ഷിക്കുന്നത്. വഈശ അർ-റാദിയ, അൽ-ഐശത്തു അർ-റാദിയ, തൃപ്തികരമായ സൗഭാഗ്യകരമായ ജീവിതം എവിടെയാ? ഫീ ജന്നത്തിൻ ആലിയ, സ്വർഗത്തിലാണ്. ആ ജീവിതത്തെ മറന്നുകൊണ്ട് ജീവിക്കുന്നവൻ അവനാരാ? അൽ-ആജിസ്, അവനാണ് അശക്തൻ. മനസ്സിനെ പിടിച്ചു കെട്ടാൻ കഴിയാത്തവനാണ് അശക്തൻ. അവന്റെ ആഗ്രഹങ്ങൾക്ക് പിന്നിലൂടെ പോകുന്നവനാണ് അശക്തൻ. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറഞ്ഞല്ലോ, ഏറ്റവും മോശപ്പെട്ട ഇദാ തോലൽ അബ്ദുൽ അമൽ, ഒരു അടിമയുടെ ആഗ്രഹങ്ങൾ നീണ്ടുപോവുകയാണെങ്കിൽ അത് അവന്റെ പ്രവർത്തനങ്ങളെ മോശമായി ബാധിക്കും. ഇല്ലാ അസാ അൽ അമൽ, അമലിനെ മോശമായി ബാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ പ്രവർത്തനങ്ങളെ നമ്മൾ വിചാരണ ചെയ്യുക. ഉമർ റളിയല്ലാഹു അൻഹു എന്തെങ്കിലുമൊക്കെ സമയം കിട്ടിയ, കുറച്ച് സമയം കിട്ടിയ എന്ത് ചെയ്യുന്ന വെച്ചാൽ സ്വയം വിചാരണ നടത്തുക. അനസ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ഒരു വഴി, ഇങ്ങനെ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു മതിൽ, ആ മതിൽ ചാടി കടക്കാനുള്ള ഒരു സമയം മാത്രമാണ് സ്വന്തം നഫ്സിനെ പറ്റിയിട്ട് മുഹാസബത്ത് ചെയ്യുന്നതായിട്ട് കേട്ടു എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു. രാത്രിയാകുമ്പോൾ ചെറിയൊരു എടുത്തിട്ട്, ചെറിയൊരു ചുള്ളിക്കൊമ്പെടുത്തിട്ട് കാലിന്റെ അടിയിൽ അടിച്ചിട്ട് ഉമർ ചോദിക്കും, അത് അമിൽ തല്യോ, നീ എന്താ ഇന്ന് ചെയ്തത്? സഹോദരങ്ങളെ, ഒരു വർഷം നമുക്ക് പിന്നിട്ട് പോയി. ആ വർഷത്തിൽ എന്തൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തു, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്തു എന്ന് നമ്മൾ വിചാരണ ചെയ്യുക, സ്വയം വിചാരണ ചെയ്യുക. മുഹാസബത്തുൻ നഫ്സ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു കച്ചവടക്കാരനെ പോലെ, ഉദാഹരണത്തിന് ഒരു കച്ചവടക്കാരൻ, അയാളുടെ വർഷത്തിൽ അയാൾ ഓഡിറ്റ് നടത്തും. എന്തിനാണ് നടത്തുന്നത്? നഷ്ടമാണോ ലാഭമാണോ, ഈ പോക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ കച്ചവടം, എൻ്റെ ബിസിനസ് ഉന്നമനത്തിലെത്തുമോ, അഭിവൃദ്ധി ഉണ്ടാകുമോ എന്നൊക്കെ പഠിക്കാനും നഷ്ടങ്ങളെ ഒഴിവാക്കാനും ലാഭങ്ങൾ കൂട്ടുവാനും വേണ്ടിയിട്ടുള്ള പഠനങ്ങൾ നടക്കാറുണ്ട്. ഏറ്റവും വലിയ ജീവിതമായ നമ്മുടെ ജീവിതം, ആ ജീവിതത്തിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടോ, ചിന്തിച്ചിട്ടുണ്ടോ, മുഹാസബത്ത് നടത്തിയിട്ടുണ്ടോ? അതിന് മുഹാസബത്ത് നടത്തിക്കൊണ്ട് ഏറ്റവും നല്ല രൂപത്തിലേക്ക് പ്രവർത്തനത്തിനെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറു ഫഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.
അൽഹംദുലില്ലാഹി ഹംദൻ ഹംദ വശുക്റു ലില്ലാഹി ശുക്റൻ ശുക്ര. സല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഊസികും താനി ബിത്തഖ്വല്ലാഹ്. സഹോദരങ്ങളെ, സൂറത്ത് ഹിജ്റിലെ 3-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, ദർഹും യഅ്കുലു വയതമത്തഉ വയുൽഹിഹിമുൽ അമലു ഫസൗഫ യഅലമൂൻ. നീ അവരെ വിട്ടേക്കുക. ദർഹും യഅ്കുലു വയതമത്തഉ, അവർ ഭക്ഷിക്കുകയും ആസ്വദിക്കുകയും ചെയ്തു കൊള്ളട്ടെ. വയുൽഹിഹിമുൽ അമൽ, അവരെ സുഖ വ്യാമോഹത്തിൽ അവരെ വിട്ടേച്ചു കളയുക. ഫസൗഫ യഅലം, അവർ വഴിയെ അറിഞ്ഞുകൊള്ളും. ഇത് കാഫിരീങ്ങളോടാണ് പറയുന്നത്. അല്ലെങ്കിൽ ആ രൂപത്തിൽ ജീവിക്കുന്ന എല്ലാ ആളുകളും ഈ ആശയത്തിൽ ഉൾക്കൊള്ളുന്നു. ഇതിന്റെ തൊട്ടു മുമ്പത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നത് എന്താ? റുബമാ യവദ്ദുൽ ലദീന കഫറൂ ലൗ കാനൂ മുസ്ലിമീൻ. കാഫിരീങ്ങൾ ആഗ്രഹിക്കും അവർ മുസ്ലിങ്ങളായിരുന്നെങ്കിൽ എന്ന്. ലൗ കാനൂ മുസ്ലിമീൻ. കാരണം എന്താ? മരണത്തിന് ശേഷമുള്ള ജീവിതം, ബഅദൽ മൗത്ത്, അവർക്ക് എന്താ ജസാഉ, അവരുടെ പ്രതിഫലം എന്താ? സൂറത്തുൽ ഖാരിയയിൽ അല്ലാഹു തആല പറഞ്ഞു, നാറുൻ ഹാമിയ, അവർക്ക് ചൂടേറിയ നരകാഗ്നിയാണുള്ളത്. അത്തരം ഒരു സന്ദർഭത്തിൽ അവർ ആലോചിച്ചു പോകും, ആഗ്രഹിച്ചു പോകും, ലൗ കാനൂ മുസ്ലിമീൻ. സഹോദരങ്ങളെ, ഇത് ഇന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുകയും റസൂലിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവിതത്തിൽ അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുകയാണ് എങ്കിൽ നമ്മൾ വിജയികളായിട്ട് മുഫ്ലിഹീങ്ങളാവും. അതല്ലേ നമ്മൾ ഖാസിരീങ്ങളാവും, നഷ്ടക്കാരാവും. ആ ഒരു ചിന്ത ഈ ഒരു പുതുവർഷത്തിൽ നമ്മൾക്ക് ഉണ്ടാകട്ടെ. ഇനിയുള്ള ജീവിതത്തിൽ ഈ വരുന്ന അല്ലാഹു തആല എത്രത്തോളമാണ് ആയുസ് നമുക്ക് നൽകുക എന്നുള്ളത് നമുക്കറിയില്ല. അതുകൊണ്ട് വരുന്ന ദിനങ്ങളിലൊക്കെ അള്ളാഹുവിനോട് അടുക്കുവാനും പ്രവർത്തിക്കുവാനുള്ള തൗഫീക്കിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. അല്ലാഹു തആല അവൻ ഇഷ്ടപ്പെടുന്ന അടിമകളുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു ഞങ്ങൾ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളിലും പുറത്തു മാപ്പാക്കി നൽകുന്ന റഹ്മാനായ നാഥ, ഞങ്ങൾ മരണപ്പെട്ടു പോയിട്ടുള്ള ബന്ധുമിത്രാദികൾ, മാതാപിതാക്കൾ, കുടുംബാംഗങ്ങൾ, സഹോദരി സഹോദരന്മാർ, ഞങ്ങളുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളുകൾ എല്ലാവരുടെയും പാപങ്ങളിൽ പുറത്തു വെക്കും. അവരെയും ഞങ്ങളിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്ന റഹ്മാനായ നാഥ. അള്ളാഹു ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഐക്യവും ഇണക്കവും സ്നേഹവും നിലനിർത്തി അനുഗ്രഹിക്കുന്ന റഹ്മാനായ നാഥ. അള്ളാഹുവെ, ഞങ്ങളുടെ മനസ്സിലുള്ള സ്വാലിഹായ ആഗ്രഹങ്ങൾ ഖൈറായതിനെ ഞങ്ങൾക്ക് നൽകുകയും ഷർറായതിനെ നന്മയാക്കി പരിവർത്തിപ്പിച്ച് നൽകുകയും ചെയ്യണം റഹ്മാനായ നാഥ. അള്ളാഹുവെ, ഞങ്ങളുടെ റിസ്ഖിനെ വിശാലമാക്കി നൽകണ റഹ്മാനായ നാഥ. ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യണ റഹ്മാനായ നാഥ. എല്ലാ ഷർറുകളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണ റഹ്മാനായ നാഥ. എല്ലാ ഫിത്നകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും അസൂയാലുക്കളിൽ നിന്നും കുതന്ത്രക്കാരിൽ നിന്നും ഞങ്ങളുടെ കുടുംബങ്ങളെ നീ കാത്തുരക്ഷിക്കണ റഹ്മാനായ നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجر والدينا من النار، اللهم أجر والدينا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءك وأعداء الدين، اللهم دمر أعداءك وأعداء الدين. اللهم انصر إخواننا المسلمين في كل مكان، اللهم انصر إخواننا المسلمين في كل مكان. اللهم انصر إخواننا في فلسطين، اللهم انصر إخواننا في فلسطين، اللهم انصرهم نصرا كاملا. اللهم عليك باليهود، اللهم عليك باليهود، اللهم شتت شملهم وفرق جمعهم. اللهم أرنا فيهم عجائب قدرتك، اللهم أرنا فيهم عجائب قدرتك. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.